ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ സ്കാർബ്രോയിലുള്ളൊരു ഹിഡൻ സ്പോട്ടായിട്ടുള്ള ബീച്ചിലേക്ക് പോവുകയാണ്. മലയുടെ താഴെ സ്ഥിതി ചെയ്യുന്ന ബീച്ചാണ്. ഇതിൻ്റെ ഭംഗി എത്രത്തോളം എന്നുള്ളത് കണ്ടറിയാം. വണ്ടി ഒന്ന് കഴുകേണ്ടതായിട്ടുണ്ട്. സാധനമൊക്കെ പൊട്ടിപ്പോയിടി. വണ്ടി കഴുകണം ആദ്യം, എന്നിട്ട് ബീച്ചിലേക്ക് പോകും. ഹിഡൻ സ്പോട്ടാണ് സ്കാർബ്രോയിൽ. ഇവിടെ അങ്ങനെ അധികാരം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നൊക്കെ റോഡ് ഭയങ്കര തിരക്കാണ്. എൻ്റെ ബർത്ത്ഡേ പാട്ട് കേട്ടിട്ടുണ്ട്. പറക്കോ പൊട്ടൊന്നും വേണ്ട, ഇന്ന് എൻ്റെ ബർത്ത്ഡേ തന്നെയാണ്. ഇതാ നമ്മുടെ പാർക്കിംഗ്. ഇവിടെ എന്നാ രസം നോക്കിയല്ലേ. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ പാർക്കിങ്. ഇവിടെ ഇടാൻ തോന്നുന്നു. ഇവിടെ നിന്ന് പേ ചെയ്യുക. പേ ചെയ്തതിന് ശേഷം നമുക്ക് താഴത്തേക്ക് പോകണം. ഉണ്ടല്ലേ. ഇവിടെ ഇറങ്ങിപ്പോലെ ഇച്ചിരി ടാസ്ക് ആട്ടോടി. പിന്നെ രസം രാവിലെ നടക്കാൻ വേണ്ടി വരണം. ഇതൊരു ചെറിയ നാഷണൽ പാർക്കാന്ന് തോന്നുന്നു കേട്ടോ അല്ലേ. ഞാനൊരു ദിവസം ഉണ്ടല്ലോടി രാത്രിയിലും വന്നു ഇവിടെ. ഇതുപോലെ തന്നെ വന്നതാ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചങ്ങ് ഇറങ്ങി നടന്നു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇരുട്ടാ. എന്നിട്ട് ഞാൻ പേടിയായിട്ട് പോന്നു. നീ എന്നെ പറഞ്ഞു ഇവിടെ അതൊന്നും മനുഷ്യനും കൊന്നു. നമ്മളൊക്കെ വലിയ പറ്റിക്കഴിഞ്ഞാൽ അറിയത്തു കൂടിയില്ല. ഇവിടെ വെച്ച് സംഭവിച്ചു കഴിഞ്ഞാലേ അറിയില്ല. പിന്നെ വണ്ടിയൊക്കെ ഇവിടെ 3-4 ദിവസം കിടക്കാൻ കണ്ടിട്ട് ആരേലും, എനിക്ക് തോന്നുന്നു അങ്ങനെ അത്ര ആളുകൾ നടന്നു പോകുന്ന വഴിയല്ലാന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള സ്പോട്ടുകളിലൊക്കെ ഇതുപോലൊരു ഗേറ്റ് ഉണ്ടാവും. നമ്മൾ തന്നെ തുറക്കുക, നമ്മൾ തന്നെ പോവുക. ഇതെന്ത് തുറക്കാൻ പറ്റാത്ത. തുറന്നു. അയ്യോ, വെള്ള ഷൂ ഇട്ടുണ്ടാവും. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മല. ഇതൊരു മലയാണ്. ഇതൊരു ഹിൽ ടോപ്പല്ലേ. ഇതിൻ്റെ താഴെ ബീച്ചാ. അപ്പോൾ അതാ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോഴുള്ള ഒരു ബ്യൂട്ടി ഉണ്ട്. നല്ല രസം. പക്ഷെ കുറച്ച് നടക്കണം. ചെറിയൊരു ട്രക്കിങ്ങും കൂടിയാണ്. കുറച്ചിടം നടക്കാനുണ്ട്. അയ്യോ, നമ്മൾ അന്ന് പണ്ട് വന്നപ്പോൾ അവിടെയൊക്കെ കുറേ ആടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വേറൊരു ഗേറ്റും ഉണ്ട്. ഈ ഗേറ്റും കൂടി കടന്നാൽ സീനില്ല. എടി ഭയങ്കര ചെളിയാടി. ഭയങ്കര ചെളിയാട്ടോ. കുറച്ച് നടക്കണം. നടന്നാലും അത് കാണാൻ നല്ല രസമാണ്. മലയുടെ മേളിൽ നിന്ന് കാണാനൊരു ഭംഗിയുണ്ട്. നാല് മൈലോ? ഇതെനിക്ക് വന്നാൽ ഇത് വേറെ വഴിയാണ്. മനസ്സിലായി. വേറെ ഇങ്ങോട്ട് പോകുന്ന വഴി അതൊക്കെ. നമുക്ക് ഈ വഴിയാണ് പോകണ്ടേ. നമ്മൾ
ഈ വഴി പോയി താഴത്തേക്ക് ഇറങ്ങുക. അതുകൊണ്ട് അവിടെ ബീച്ച്. അപ്പോൾ നമുക്ക് താഴത്തേക്ക് പോകണം. നല്ല തണുപ്പാണ്. പക്ഷെ നമ്മളിപ്പോൾ നടന്നു കഴിയുമ്പോഴത്തേക്ക് ബോഡി വാമാവും. ഇവിടുന്ന് ഒരു ചെറിയ വ്യൂ ഉണ്ട് കേട്ടോ. ഇവിടുന്നാണ് നമ്മുടെ ആദ്യത്തെ വ്യൂ. പക്ഷെ അതിപ്പോൾ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മരങ്ങളൊക്കെ ഇവിടെയാണ് നമ്മുടെ ആദ്യത്തെ വ്യൂ. ഇത് വളരെ മനോഹരമായിരിക്കും കേട്ടോ. കേറി വന്നു. എനിക്കിവിടെ ചെന്തേരി സംഭവിച്ചത് നീ അവരോട് പറഞ്ഞു. ഞാൻ ആത്മഹത്യ ചെയ്തായിരുന്നു. ആരോട്? അരുവി വെള്ളച്ചാട്ടം, ചെറിയ വെള്ളച്ചാട്ടം. ഇപ്പൊ കുറച്ച് ടെററിസ്റ്റ് വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും? എനിക്കൊരു കോൾ ചെയ്യണത് ഞാൻ പറയും. എനിക്കൊരു കോൾ ചെയ്യണത് കൊന്നു. എടി കുതിരേനെ ഇത് ചെയ്യാൻ പോലെ നമുക്ക് കുതിരയുടെ പുറത്ത് കയറിയിരുന്ന റൈഡിന് പോയാലോ നമുക്ക്? പക്ഷെ പതുക്കെ പോളൂ, സ്പീഡിൽ പോകില്ല. എനിക്ക് സ്പീഡിൽ പോകണം എന്നും പറഞ്ഞു പോകണം. ആരോ ഉണ്ട് കേട്ടോ, ഒരു ചീച്ചി ഉണ്ടോ അവിടെ ഉണ്ട്. ഒരാളെ കണ്ടു, ഒരു താളുടെ തല ഉണ്ട്. സീരിയസ്ലി മത്സ്യകന്യ എന്നാ കുറച്ച് നേരം പുറത്ത് വെക്കാന്ന് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞില്ല അവിടെ കാണുന്നു. പുള്ളിക്കാരി നഷ്ടപ്രണയത്തെ കുറിച്ച് ഓർത്ത് വിലപിക്കുമായിരിക്കും. നഷ്ടപ്രണയത്തെ ഞാൻ അപ്പുറം സൈഡിൽ പോയി ഇരിക്കട്ടേതാ. പുള്ളിക്കാരി നഷ്ടപ്രണയം. പുള്ളിക്കാരി ഇതേ നമുക്ക് വേണ്ടിട്ട് എണീറ്റ് തരുക അവിടെ ഇരുന്നോളാൻ. അവിടെ ആരൊക്കെ കുറെ വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പോയി നോക്കട്ടെ. കൂട്ടിയിട്ടേക്കോ. ഈ വേസ്റ്റ് കൂട്ടിയതാണോ ഇനി ബീച്ചിൽ നിന്ന് അടിച്ച് കയറിയാണെന്നറിയില്ല. എനിക്ക് അങ്ങനെ ബീച്ചിൽ നിന്ന് അടിച്ച് കയറിയായിരുന്നു. ഇങ്ങനെ കറക്റ്റായിട്ട് കൂട്ടിയിടുമോ? അല്ല, ഇവിടെ എന്ന് വെച്ചാൽ ആളുകളെല്ലാം വരും. വന്നു കഴിഞ്ഞിട്ട് ഈ സ്ഥലമൊക്കെ വളരെ ക്ലീനാക്കും. അപ്പോൾ അവർ പ്ലാസ്റ്റിക് കണ്ടു കഴിഞ്ഞ് ഇതുപോലെ കൊണ്ടിടും. അതാണ്. ആരെ ഇല്ല, പുള്ളിക്കാരി പോയി. പുള്ളിക്കാരി എനിക്ക് തോന്നുന്നത് നഷ്ടപ്രണയമാണെന്ന് തോന്നുന്നു. ഒരു സൈഡിൽ ഞാനും പോയിരിക്കായിരുന്നു. എന്ത് രസമല്ലേ? ചെറിയ തണുപ്പുണ്ട്. ഇതാണ് നമ്മൾ ആ ഫോട്ടോയിൽ കാണുന്ന വാട്ടർഫോള്. അപ്പൊ ഇത് എവിടുന്നായിരിക്കും ഇതിന്റെ വെള്ളം വരുന്നത്? മൊളീന്നാണോ?
നമുക്ക് പോകണ്ടേ എടി. അവിടെ ഒരു സ്പോട്ട് ഉണ്ട്, ഞാൻ ഒന്നും കൂടി ഒന്ന് നോക്കട്ടെ കേട്ടോ. ബാ, അവിടെ ഒരു മരമൊക്കെ ആയിട്ട് ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇല്ലെന്നേ, ഈ ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മലയുടെ മേളിൽ നിന്ന്, മലയുടെ മേളിൽ നിന്നല്ല, നമ്മളൊരു മല ഇറങ്ങി വരണം ഈ ബീച്ചിലേക്ക്. അതൊരു വോക്ക് വേ ഒക്കെ ഉണ്ട്, വോക്ക് വേ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. ഇതാണ് വാട്ടർഫോൾസ്. ഇവിടെ ആളുകൾ വന്ന് നല്ല പീസായിട്ട് വന്നിരിക്കുന്ന സ്പോട്ടാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടവരൊന്നും വരില്ല. കാരണം വെച്ചാൽ കുറച്ച് നടക്കാനുണ്ട്, കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചധികം നടക്കാനുണ്ട് ഇങ്ങോട്ട്. അത് കാരണം തന്നെ ഒത്തിരി പേരൊന്നും വരില്ല, ഇച്ചിരി കഷ്ടപ്പാടാണ്. എന്തായാലും ഞാൻ ഫോട്ടോ വീഡിയോയിൽ എടുക്കുന്നത് ഇല്ല. ഇന്നെനിക്ക് അത്ര നല്ല ദിവസമല്ലായിരുന്നു. നമുക്കൊക്കെ എന്തെങ്കിലും ടെൻഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നിരിക്കും. ഇവിടെ ആകുമ്പോൾ പീസാണ്, ഒരു കുഴപ്പമില്ല, സമാധാനമായിട്ടിരിക്കാം. ഫോണിനാണ് നെറ്റ്വർക്കും ഇല്ല, അത് കാരണം സുഖം, സമാധാനം. അപ്പം സി യു ഓൺ നെക്സ്റ്റ് വീഡിയോ.